ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തേന് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയതേന്ന്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ. അപ്പോൾ പോണതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ. അപ്പം ഞാനിതാ അവിടെ ഒരു 5-6 കോഴിമുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിക്ക് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിരിക്കണം. സവാളയൊക്കെ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിക്ക് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയത് ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ബീഫോ ചിക്കനൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അടിപൊളിയാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിക്കാൻ. അപ്പം ഞാനിതാ മൈദപ്പൊടി എടുത്ത് കണ്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ വെച്ചതായിരുന്നു. അപ്പം അതിന് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിരിക്കട്ടെ. ചെറുതായി ഒന്ന് പരത്തിയെടുത്തുകൊണ്ട് ഒന്ന് അട്ടിക്ക് വെച്ചിട്ട് ഒന്നും കൂടി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 6 കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുത്ത് ഓയിൽ തടവി കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകൾക്ക് ഇതുപോലെ ഓരോന്നും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2 കോഴിമുട്ട എടുത്തുകൊണ്ട് പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഓരോന്നും പത്തിരി അതിന് എടുത്തിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇത് ധൃതിയിലുണ്ടാക്കുമ്പോൾ വല്ലാതെ ഉണ്ടാക്കത്തിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചാണ്. അപ്പോൾ രാവിലത്തെ ചോറും കൂട്ടാനും ഉണ്ടാക്കലും ചായയും കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പോയത് 10-11 മണിയാകുമ്പോഴാണ് പോയത്. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വരവും വേലൻ്റെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ആ നേരമാകുമ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് തീർത്തിക്കണം കേട്ടോ. അപ്പോൾ ഇക്കാക്കൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാനും മോനും മോളും കൂടിയാണ് പോണത്. അപ്പോൾ അവർക്ക് ഉച്ചക്കൊക്കെയുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടപ്പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 6-7 ഞാനിതുപോലെ പത്തിരി ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് അപ്പോൾ ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ പരത്തിയിട്ട് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിൽ മുക്കുക, വെച്ച് കൊടുക്കുക, നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ കേട്ടോ. ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് മുകളിലാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ച് കൊടുത്തങ്ങാണ്ട് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചങ്ങാണ്ട് അതിക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തുങ്ങാണ്ട് മറിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഭാഗം നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളറ് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് അടിപൊളി ചെയ്യുന്നിട്ടാ. പിന്നെ നമ്മൾ ഇവിടുന്ന് മുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് മുറിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ അടിപൊളി നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ നിൽക്കുന്ന വീട് ഇതാണ്. അപ്പോൾ അവർ എളാപ്പാൻ്റെ വീട് തറവാടുണ്ടല്ലോ, അത് ഒഴിഞ്ഞെടുക്കുന്ന വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അതിൽ ആരും ഇല്ല കേട്ടോ. ഓള് 2 മക്കളും ആപ്പിളന്നെ ഉള്ളൂ. പിന്നെ ഇളച്ചിണ്ട് കേട്ടോ. കുട്ടികളൊന്നും ഇല്ല ഓൾക്ക്. അവർക്ക് 2 ആൾക്കും ഓരോ വീട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇളച്ചൻ ഗൾഫിലാണ്. അപ്പോൾ ഇതാ 2 വീട് എടുത്തെടുത്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരുടെ വീട് ഇതാ വാർപ്പിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ തേപ്പാണ് കേട്ടോ പണി. അപ്പോൾ ഇത് ഒരു മോൾ വശത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ അടിയിലായിട്ടാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ നമ്മളെ അറിയുന്നതും നമ്മളെ കൂടെ പഠിച്ചതൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നുണ്ട് അനിയത്തിൻ്റെ വീട് പണി എന്തായി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ കാണുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോയിലാണ്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ അറിയുന്നതും കുടുംബക്കാരായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് 2 വീട് എടുത്തെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അനിയത്തിൻ്റെയും ഒന്ന് ഓളെ ഇളച്ചൻ്റെയാണ്. അപ്പോൾ നമ്മൾ വന്നേക്ക് അവർ ജ്യൂസൊക്കെ തന്നിട്ട് അവൾ ജ്യൂസൊക്കെ തന്ന് അതൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതേന്ന്. അപ്പോൾ അതാ പിന്നെ നമ്മൾ ഫുഡൊക്കെ എളുപ്പം കഴിക്കാൻ കേട്ടോ. കൊടുത്ത് ജുമാരിൻ്റെയൊക്കെ തന്നെ ചോറൊക്കെ കഴിക്കുകയാണ്. വരവ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. നല്ല ചൂടോട് കൂടെ അല്ല വിശന്ന സമയത്ത് തന്നെ കഴിക്കുമ്പോൾ അടിപൊളിയാണല്ലോ അല്ലേ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അനിയത്തി ചോദിക്കുന്നുണ്ട്, ആജി വീഡിയോ എടുക്കുന്നുണ്ടോ? അപ്പം ഞാൻ നല്ല പാത്രങ്ങളൊന്നും എടുത്തിന്നല്ലോ, ഇതൊക്കെ പഴയ പാത്രങ്ങളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കണ ഓൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഈ പാത്രങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞിട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പുതിയ പാത്രങ്ങളൊന്നും എടുക്കലില്ല.
ഏതാണ് എടുക്കണത് അതിലുണ്ട് വീഡിയോ എടുക്കലാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കഴിക്കാതെ. 2-3 പ്രാവശ്യമൊക്കെ ഓൾ കഴിച്ച്. പിന്നെ നമ്മൾ അതാ വരവ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മുമ്പാരത്ത് തന്നെ. അപ്പോൾ ഒരു 7 വരവാട്ടോ ഓളം മുമ്പാരത്ത് കൂടെ അങ്ങനെ പോകും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പട്ടർനടക്കാവൾക്ക് പോകും ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഇതുപോലൊരു പോക്ക് പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ ഈ കാളവരവ് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വരവിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുള്ളൂ. 6-7 മണിക്കൂർ നിന്നിട്ടുള്ള വരവായിരുന്നു. അപ്പോൾ അതും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വരവൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ചായയൊക്കെ കുടിക്കാനുണ്ട്. അപ്പോൾ അവൾ പോണതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിന്ന് വന്നേക്ക് ചായ കുടിക്കാൻ. അപ്പോൾ അതാ കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 6-7 മണിക്കൂർ നേരം നീണ്ട് നിന്നിട്ടുള്ള വരവായിരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ടാണ്. കുറച്ച് വീഡിയോ മാത്രം ഞാൻ ഇതിന് മുമ്പ് വിട്ടിട്ടുള്ളൂ.
അടിപൊളി എന്നിട്ട് വരങ്ങോട്ട് വില. അപ്പോൾ ഈ കാളകളും ഓരോ ഐറ്റം കാളകളും പല പല ഐറ്റത്തിലുള്ള ചമയ്ക്കലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട്